ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുടിവെള്ളക്ഷാമവും മാലിന്യവും ചർച്ചാ വിഷയമാക്കി മുന്നണികൾ. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യമുനയിലെ വെള്ളം കുടിക്കാൻ തയ്യാറാകുമോ എന്ന് വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ. അതിനിടെ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ മാലിന്യം തള്ളി രാജ്യസഭാ MP സ്വാതി മലിവാൾ പ്രതിഷേധിച്ചു. യമുന നദിയിൽ BJP വിഷം കലർത്തുന്നുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തു വന്നിരുന്നു. യമുന നദിയിലെ വെള്ളം കുപ്പിയിലാക്കി അയച്ചു തന്നാൽ കുടിക്കാൻ തയ്യാറാണോ എന്ന് വെല്ലുവിളിച്ചായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അരവിന്ദ് കെജ്രിവാൾ മറുപടി നൽകിയത്. രാഹുൽ ഗാന്ധി, അമിത്ഷാ, വീരേന്ദ്ര സച്ദേവ്, നയാബ് സിംഗ് സൈനി എന്നിവർക്കും യമുനയിലെ കുപ്പിവെള്ളം എത്തിച്ചു നൽകുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. അതേസമയം കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു അമിത്ഷായുടെ പ്രചരണം. മദ്യനയക്കേസിൽ മാത്രമല്ല, ജൽ ബോർഡ് അഴിമതിയിലും റേഷൻ വിതരണ അഴിമതിയിലും കെജ്രിവാളിന് പങ്കുണ്ടെന്ന് അമിത്ഷാ തിരിച്ചടിച്ചു. യമുന നദീ വിഷയത്തിൽ നരേന്ദ്രമോദിയെ പോലെ കെജ്രിവാളും കള്ളം പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി ബാട്ട്ലി മണ്ഡലത്തിലെ പ്രചരണത്തിൽ ആരോപിച്ചു. അതിനിടെ ദില്ലിയിൽ മാലിന്യക്കൂമ്പാരം കുമിഞ്ഞുകൂടുന്നതിനെതിരെ പ്രതിഷേധവുമായി രാജ്യസഭാ MP സ്വാതി മലിവാൾ രംഗത്തെത്തി. ദില്ലി വിക്സാപുരിയിലെ മാലിന്യം തള്ളുന്ന സ്ഥലം സന്ദർശിച്ച MP മാലിന്യങ്ങൾ വാഹനത്തിൽ കയറ്റി കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ തള്ളി. ഇതോടെ പോലീസ് എത്തി സ്വാതി മലിവാളിനെ കസ്റ്റഡിയെടുക്കുകയും സംഘർഷത്തിനും കാരണമായി. അതിനിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ 10 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ഉൾപ്പെടെ 7 ഗ്യാരണ്ടികൾ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.